നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. നമുക്കിന്ന് തലനീരിറക്കം അല്ലെങ്കിൽ നീരിറക്കം മയോഫേഷ്യേറ്റീസിനെ പറ്റിയിട്ട് ഇന്ന് നോക്കാം. മസിലുകൾക്കും അതിൻ്റെ പുറമേയുള്ള നേർത്ത പേശിക്കും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും സ്റ്റിഫ്നെസ്, അതിയായ വേദനയാണ് മയോഫേഷ്യേറ്റീസിൻ്റെ ലക്ഷണങ്ങൾ. സാധാരണ ഈ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മസിലുകൾക്ക് സ്ട്രെച്ചിങ്ങും റിലാക്സേഷനും ഉണ്ടാവാറുണ്ട്. എന്നാൽ അമിതമായ ജോലി ചെയ്യുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ ഒക്കെ തന്നെ മസിലുകൾ കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് ചില മസിൽ ഫൈബേഴ്സ് റിലാക്സ്ഡ് ആവാതെ സ്റ്റിഫ്നെസ് ഉണ്ടാവുകയും അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയുമാണ് ചെയ്യാറ്. ഇത് കൂടുതലായിട്ട് കഴുത്ത്, ഷോൾഡർ, പുറം, നടുവ് ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നെങ്കിലും മറ്റ് മസിൽ ഭാഗങ്ങളിലും കാണാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ വിയർപ്പോട് കൂടി ഉള്ള ശരീരത്ത് പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ കുളിച്ച ശേഷം തല വിയർക്കുക, നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ തണുത്ത വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ സന്ധ്യ കഴിയുമ്പോൾ തലക്കെണ്ണ വെച്ച് കുളിക്കുക, നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രകൃതത്തിന് ചേരാത്ത തലക്കെണ്ണ ഉപയോഗിക്കുക എന്നിവയൊക്കെ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തലനീരിറക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ നീരിറക്കം നമ്മൾ സൈനസ് ക്യാവിറ്റികളിലെത്തി സൈനസൈറ്റിസോ അല്ലെങ്കിൽ ഒരു ത്രോട്ട് പെയിനായിട്ടോ അല്ലെങ്കിൽ ചെസ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ കഫക്കെട്ടായിട്ടോ ഒക്കെ കാണപ്പെടാറുണ്ട്. ഇത് കൂടാതെ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഉള്ളവരിലും അവരുടെ മസിലുകൾക്കെല്ലാം എപ്പോഴും ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാവാറുണ്ട്. ഇത് കാലക്രമേണ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഇതുപോലുള്ള പെയിൻ ഉണ്ടാവാനും സാധ്യതകൾ ഉണ്ട്. ആയുർവേദത്തിൽ തലനീരിറക്കത്തിന് വളരെ ഫലപ്രദമായ ചികിത്സ പറഞ്ഞിട്ടുണ്ട്. രൂക്ഷമായിട്ടുള്ള ചില കഷായങ്ങളുടെ സേവനവും അതിനു പുറമെ നസ്യം, സ്റ്റീം ബാത്ത്, ചില ലേപനങ്ങൾ, അതുപോലെ തന്നെ പൊടി കൊണ്ടുള്ള കിഴി, ഇലക്കിഴി ഇവയൊക്കെ വളരെ ഫലപ്രദമാണ്. ഇതിന് പുറമെ തലയ്ക്ക് എണ്ണ ഉപയോഗിക്കുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു തലയ്ക്കെണ്ണ വൈദ്യപരിശോധനയിലൂടെ മനസ്സിലാക്കി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വൈദ്യപരിശോധനയിലൂടെ അനുയോജ്യമായ തലയ്ക്കെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ദോഷാനുസരണം തലനീരിറക്കത്തിന് ആവശ്യമായ ചികിത്സ നേടുന്നത് വളരെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തും.